C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സത്യഭാമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ രാഘവേട്ട. എന്റെ മകളുടെ വയറ്റിൽ ആദ്യം മുളപൊട്ടിയ കുഞ്ഞിനെ ഇല്ലാതാക്കിയവൻ. ഇപ്പോ ഒളിവിലും മറവിലും ഗർഭമുണ്ടാക്കി സത്യഭാമയുടെ കുടുംബത്തെ അപമാനിച്ചവൻ. ഇവൻ പ്രീതിയുടെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞാൽ മാത്രം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാ. എന്താ നീ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. പണി പാഴിയോ? അർജുൻ പ്രീതിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ ഭാമാൻറ്റി ക്ഷമിക്കും. ഈ നിൽക്കുന്നത് എന്റെ പ്രാണനാണ്. ഇവളുടെ കാലിലൊന്നും തൊട്ടെന്ന് കരുതി ഇടിഞ്ഞു വീഴുന്നതല്ല അഡ്വക്കേറ്റ് അർജുൻ ശങ്കറിന്റെ മാനാഭിമാനങ്ങളൊന്നും. നിർത്ത്. വേണ്ട. ഈ ആന്റിക്ക് ഇതെന്താ? നീ എന്താ വക്കീൽ ബുദ്ധി കാണിക്കുക? എടാ, ഇവളുടെ കാല് പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ചല്ല. നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരുടെ സമക്ഷത്തിൽ. അതിന് നീ തയ്യാറുണ്ടോന്നാ എനിക്കറിയേണ്ടത്. നിന്റെ പ്രാണനാണെന്നല്ലേ പറഞ്ഞത്? എവിടെ വെച്ചായാലും ഈ കാലിലൊന്ന് തൊട്ടാ ഇടിഞ്ഞു വീഴില്ലല്ലോ അഡ്വക്കേറ്റ് അർജുൻ ശങ്കറിന്റെ മാനാഭിമാനങ്ങളൊന്നും. നിന്റെ അമ്മ അറിയുമെന്നുള്ള ഭയം അല്ലേ? നീ ഇപ്പൊ പ്രീതിയെ ചേർത്ത് പിടിച്ചോണ്ട് കയറി വന്നല്ലോ. എന്താ ഉദ്ദേശിച്ചെന്ന് മാത്രം പറഞ്ഞില്ല. ഞാൻ വന്നത് പ്രീതിയെ കൂട്ടിക്കൊണ്ടുപോകാന്. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. ആ വീടിന്റെ നാഥയായ വസുമതി അറിഞ്ഞോ നീ മഹത്കർമ്മം ചെയ്യാൻ പോകുന്ന കാര്യം? രാഘവേട്ടൻ കണ്ടില്ലേ? അമ്മ അറിയാതെയാ ഇവന്റെ ഈ സാഹസം. സത്യഭാമ മാപ്പ് നൽകണം പോലും. ഞാൻ മാപ്പ് നൽകിയിട്ട് വസുമതി ക്ഷമിക്കാൻ തയ്യാറായില്ലെങ്കിലോ? അപ്പോ സത്യഭാമ ആരായി? അങ്ങനെയൊന്നും ഉണ്ടാവില്ല സത്യമ്മേ. അത് നിനക്കെങ്ങനെ അറിയാം? നിനക്കാണോ വക്കീലിന്റെ വക്കാലത്ത്? വസുമതി ആന്റി എനിക്കറിയാം. ആന്റി പ്രീതി സ്വീകരിക്കും. അതിലേ എനിക്ക് ഉറപ്പ് കിട്ടണം ആദ്യം, എന്നിട്ടാവാം ബാക്കി സംസാരമൊക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.